കാർത്തികപ്പള്ളിയിൽ സ്കൂൾ കെട്ടിടം തകർന്നതുമായി ബന്ധപ്പെട്ട് BJP ചിങ്ങോലി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. മാർച്ച് ഇപ്പോൾ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തത്സമയം. സുധീഷ്, കാർത്തികപ്പള്ളിയിൽ സ്കൂൾ കെട്ടിടം തകർന്നതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ ചിങ്ങോലി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണല്ലോ. ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടയുകയുണ്ടായി. വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയല്ലേ അലയടിക്കുന്നത്? വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. ഇപ്പോൾ പഞ്ചായത്തിലേക്ക് ബാരിക്കേഡ് തകർത്തുകൊണ്ട് BJP പ്രവർത്തകർ പഞ്ചായത്തിലേക്ക് ഓടിക്കയറി അവിടെ പോലീസുമായി ഉന്തും തള്ളും നടക്കുകയാണ്. വലിയ സംഘർഷം തന്നെയാണ്. കാരണം ഈ സ്കൂളിൻ്റെ ഫിറ്റ്നസ് ലഭിക്കാഞ്ഞ കെട്ടിടത്തിലാണ് സ്കൂൾ ക്ലാസുകൾ പ്രവർത്തിച്ചിരുന്നത്. അത് വലിയ അനാസ്ഥ തന്നെയാണ്. ഇന്നലെയാണ് ആ കെട്ടിടം തകർന്നു വീണത്. അത് പ്രവൃത്തി ദിവസമായിരുന്നെങ്കിൽ കുട്ടികൾക്കടക്കം വലിയ അപകടമുണ്ടായേനെയും. ആ ഒരു വീഴ്ച അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് BJP മാർച്ച് നടത്തുന്നത്. CPM-ഉം കോൺഗ്രസും SDPI പ്രവർത്തകരും ചേർന്ന അവിടുത്തെ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയും വലിയ അനാസ്ഥ നടത്തിയിരുന്നു. പഞ്ചായത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം ഈ കെട്ടിടം സ്കൂൾ പ്രവർത്തിക്കാൻ ഫിറ്റല്ല എന്ന് എഴുതി നൽകിയിട്ട് പോലും പഞ്ചായത്ത് അംഗങ്ങളടക്കം ആ എഞ്ചിനീയറെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ആ എഞ്ചിനീയർ തന്നെ ഇവിടുന്ന് സ്ഥലമാറ്റം വാങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത്തരത്തിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ശക്തമായിരുന്നു. ഇതിന് എല്ലാം എതിരെയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. BJP പ്രവർത്തകർ, വനിതാ പ്രവർത്തകയെ അടക്കം വലിച്ചു നീക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിനുള്ളിലേക്ക് അവർ തള്ളിക്കയറി. BJP പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിനകത്ത് കയറിയിട്ടുണ്ട്. പോലീസ് അവരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നെങ്കിലും പോലീസിന് അത് സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. വലിയ രീതിയിലുള്ള ഈ പ്രതിഷേധം ഇന്ന് രാവിലെ ഇന്നലെയും ഒക്കെ സ്കൂൾ പരിസരത്ത് നടന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ഇതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ നിരവധി പ്രവർത്തകരാണ് പഞ്ചായത്ത് ഓഫീസിനുള്ളിലേക്ക് BJPയുടെ കൊടിയുമായി കയറിയിട്ടുള്ളത്. കാരണം ഇവിടുത്തെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ കാട്ടിയ വലിയ വീഴ്ചയാണ് ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് നയിച്ചത് എന്നതും എടുത്തു പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കൊല്ലം ജില്ലയിൽ തേവലക്കരയിൽ സ്കൂളിൽ ഒരു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചത്. മിഥുൻ എന്ന വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിന് ശേഷമാണ് എന്തെങ്കിലും നടപടി ഉണ്ടായത്. അതിന് സമാനം തന്നെയാണ് കാർത്തികപ്പള്ളി സ്കൂളിലെയും അവസ്ഥ. സ്കൂളിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന പല ക്ലാസ്സുകളും അത് കെട്ടിടം ബലക്ഷയം സംഭവിച്ചതാണ് എന്ന സർട്ടിഫിക്കറ്റോട് കൂടി ഉള്ളതാണ്. എന്നിട്ട് പോലും അവിടെ ക്ലാസ്സുകൾ പ്രവർത്തിപ്പിക്കുന്നത് വാർഡ് മെമ്പർ ലിബുവിൻ്റെ നേതൃത്വത്തിലാണെന്ന ആക്ഷേപം ഇന്ന് ഉയർന്നിരുന്നു. ആ രീതിയിലുള്ള കെട്ടിടങ്ങൾ അത് ചൂണ്ടിക്കാട്ടിയിട്ടും ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതാണ് രക്ഷിതാക്കളടക്കം ഇന്ന് ജനം TVയോട് പറഞ്ഞത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ വീഴ്ച തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്രയും കടുത്ത പ്രതിഷേധത്തിലേക്ക് BJP പ്രവർത്തകർ നീങ്ങിയത് എന്നതും ശ്രദ്ധേയമാണ്. എന്തുതന്നെയായാലും ഇപ്പോഴും പ്രതിഷേധവും സംഘർഷാവസ്ഥയും തുടരുകയാണ്. ബാരിക്കേഡ് തകർത്തെത്തിയ BJP പ്രവർത്തകരാണ് ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയിട്ടുള്ളത്. പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ കയറിയ പ്രവർത്തകരെ പുറത്തേക്ക് തള്ളിയിറക്കുകയാണ്. ഇപ്പോഴും ഉന്തും തള്ളും നടക്കുന്ന ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുന്നു. നല്ല സംഘർഷാവസ്ഥ തന്നെ തുടരുന്നു എന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതുവരെയും ലാത്തി വീശുന്നത് അടക്കമുള്ള നടപടിയിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ പോലും പ്രവർത്തകരെ ഉന്തിത്തള്ളി മാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഈ പ്രതിഷേധം, ഇതിൽ രക്ഷിതാക്കളുണ്ട്. കാർത്തികപ്പള്ളി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ
അമ്മമാരടക്കം ഇതിൽ അണിചേർന്നിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. അത്തരത്തിൽ ഈ അനാസ്ഥ അത് തുടരുമ്പോൾ കുട്ടികളുടെ ജീവൻ വെച്ച് പന്താടുകയാണ് എന്നത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം അവിടുത്തെ സ്റ്റേജിൻ്റെ ഭാഗങ്ങൾ അടർന്നു മാറിയിരിക്കുന്ന കയറുകൊണ്ട് കെട്ടിവെച്ചിട്ടുണ്ട്. അത്തരത്തിൽ അവിടെ തന്നെ ക്ലാസ്സുകൾ പ്രവർത്തിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ഫിറ്റ് അല്ല എന്നെഴുതിയ കെട്ടിടത്തിൽ ഇപ്പോഴും ക്ലാസ്സുകൾ പ്രവർത്തിക്കുന്ന പുതിയ കെട്ടിടം പണിഞ്ഞത് ഉദ്ഘാടന മാമാങ്കം ലക്ഷ്യം വെച്ചുകൊണ്ട് കുട്ടികൾക്ക് തുറന്നു കൊടുക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. അതിൽ MLA, ഇവിടെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലം കൂടിയാണ്, അതിൽ MLA അടക്കം വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി ചെയർമാൻ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധിയാണ്. അയാളുടെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇത്തരം കടുത്ത വീഴ്ച ഉണ്ടായതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് BJPയുടെ ഈ പ്രതിഷേധം. രോഹിണി. ശരി സുധീഷ്, എന്തായാലും കാർത്തികപ്പള്ളിയിൽ സ്കൂൾ കെട്ടിടം തകർന്നതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് അലയടിക്കുന്നത്. ഇപ്പോൾ BJP പ്രവർത്തകർ ചിങ്ങോലി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ പ്രകടനം നടത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം മേൽക്കൂര തകർന്ന് വീണിരുന്നു. തലതാരിഴയ്ക്കാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ക്ലാസ് മുറി അവിടെ നിന്നും മാറ്റിയതിനാൽ കഷ്ടിച്ച് കുട്ടികൾ രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ നേരത്തെ തന്നെ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് അധികൃതരുടെ ഭാഗത്ത് നിന്നും. പക്ഷേ കാര്യമായ നടപടിയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പോലീസ് ആദ്യം ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചെങ്കിലും ആ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പ്രവർത്തകർ ചിങ്ങോലി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പ്രവർത്തകരോടൊപ്പം അവിടെയുള്ള രക്ഷിതാക്കളും മാതാപിതാക്കളും ഒക്കെ അണിചേർന്നിട്ടുണ്ട്. അത്രമാത്രം പ്രതിഷേധമാണ് കാർത്തികപ്പള്ളിയിൽ അലയടിക്കുന്നത്.